അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ കുറച്ച് ജ്യൂസും കുറച്ച് പൂളക്കൂട്ടാനും കുറച്ച് മീൻചാറൊക്കെ ആയിട്ടാണ് വന്നിക്കണട്ടില്ലേ. അപ്പം ഇത് ഇങ്ങനെ കുടിച്ചാണ്ടല്ലോ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഈ നോറുമ്പോൾ തുറന്നില്ല ക്ഷീണം ഉണ്ടല്ലോ ഉണ്ടാവില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയാൻ പറ്റില്ലേ. അത് ഉണ്ടാക്കണേ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇത് നമ്മളെ പൂളക്കൂട്ടാനും മീൻചാറും നമുക്ക് ആദ്യം ഉണ്ടാക്കുക. അതിനല്ല ഇപ്പോൾ കുറച്ച് കതിയാണ്. ജ്യൂസ് ഉണ്ടാക്കാൻ ഒരു പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോറ് കുക്കറിൽ വെച്ചാണ് അതിമ്മ പോയി തോണ്ടാൻ വെക്കുക മറ്റോള്. അതിപ്പോൾ ഇനി വിസിലടിച്ചുമ്പോൾ ഉണ്ടാവും ഓളവിടുന്നൊരു ഓട്ട. അതന്നെ. അപ്പോൾ നമുക്കൊരു മൺചട്ടി ഇല്ലല്ലേ. മൺചട്ടിയൊക്കെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിര മാറിയപ്പോൾ അതാണ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിരിക്കണത്. ആ ഇരുമ്പും ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കുക. ഞാൻ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ അതിക്ക് കുറച്ച് കടുക് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ടേ ഇനിയൊക്കെ കുറച്ച് ചതച്ച സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും വേപ്പിൻ്റെ ഇല അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല ചതച്ചിട്ടില്ലേ, മറ്റേതൊക്കെ ചതച്ചത്. അപ്പോൾ അത് ഇട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. നമുക്ക് ആ ചോറവിടെ വെന്തിക്കണം, അതവിടെ ഇരിക്കട്ടെ. അതൊക്കെ ഇപ്പോൾ നമുക്ക് രാത്രിക്കൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ പൂളക്കൂട്ടാൻ വേണ്ടാത്തവർക്ക് ചോറുന്നാ എല്ലാവർക്കും ഇവിടെ പറ്റും പൂളക്കൂട്ടാൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് വലിയ ഞാൻ കുരുമുളകും ആക്കി ഇട്ടിക്കണം. അപ്പോൾ എന്നാലും ലേശം ഇട്ട് കൊടുക്കുക, കുറച്ച് ശരി ഉണ്ടായിക്കോട്ടെ. ഇത് സാധാ മുളകും പൊടിയാണ്, കാശ്മീരി ഒന്നുമല്ല. അപ്പോൾ ചോക്കാലൊരു പണിയാണ് ഇപ്പോൾ ഞാൻ കാട്ടുന്നില്ല. എണ്ണയ്ക്കിട്ട് ചൂടാക്കിയുണ്ടല്ലോ മുളകിൻ്റെ ആ ചുവപ്പ് നല്ലോണം കിട്ടും. നമ്മളെ മീൻ കറി നല്ല ചുവപ്പ് ഉണ്ടാവും. ഇനി ഏത് കറിയാണെങ്കിലും ഉണ്ടാവും ചുവപ്പ്. അപ്പോൾ അതിനിങ്ങനെ കാട്ടിക്കളുണ്ട്. നമുക്ക് കാശ്മീരി മുളകൊന്നും ഇല്ലാച്ചിട്ട് നമുക്ക് ചുവപ്പ് കളറില്ലാതിരിക്കണ്ട. നമ്മളെ നാട്ടിൽ മഞ്ഞയാണ് നമ്മളെ ചാറിൻ്റെയും കൂട്ടാൻ്റെയൊക്കെ നിറം. അപ്പോൾ ഇപ്പൊക്കെ എല്ലാവരും ചുവപ്പാക്കി തുടങ്ങിക്കൂടെ കാശ്മീരി മുളക് ഇട്ടേ. അപ്പോൾ എനിക്ക് കുറച്ച് പുളി തിരുമ്മിക്കാണ്ട് അതങ്ങോട്ട് പാരുക. അപ്പോൾ അതിൽ കുറച്ച് നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് പാർന്നെടുത്തുകൊണ്ട് അതൊന്നങ്ങോട്ട് ചൂടാട്ടെ. അപ്പത്തിന് മീനൊക്കെ അവിടെ മത്തിയാണ്, അത് നന്നാക്കി വെച്ചിക്കണം. അത് ഇനി അങ്ങോട്ട് വരയണം. അത് വരഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ വരഞ്ഞിങ്ങാണ്ട് അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏത് ചെറിയ മത്തിയാണെങ്കിൽ നമ്മൾ വരിയണത് നല്ലതാണ് കേട്ടില്ലേ. എന്നാൽ പിന്നെ എന്താ പറയുക, ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ചും ചെയ്തോളും. അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടില്ലേ. പിന്നെ ലൈക്കും അടിച്ചണേ, അതത്ര നല്ലതാണ് അത്ര ലൈക്ക് അടിച്ചണത്. പിന്നെ കമൻറ്റും എഴുതിക്കോളേയും. നിങ്ങളൊന്നും നമ്മളെ അടുത്ത് ഒന്നും പ്രതീക്ഷിച്ചാതെ നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളാണല്ലോ. അള്ളാഹു നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും തരട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരട്ടെ. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിച്ചാനല്ലേ കജുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കജുള്ളല്ലേ. നമ്മൾ കാണാത്ത കുറച്ച് ആൾക്കാരല്ലേ ഇവിടുന്ന് കണ്ടിട്ടുമില്ല അറിയില്ല. എന്നാലും നിങ്ങൾ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒരൊറ്റ പൂളക്കേങ്ങ് നാളെ ഞാൻ കൊടുക്കുന്നതാണ്. അത് നമുക്ക് അങ്ങോട്ട് നുറുക്കിങ്ങാണ്ടേ കെക്കിങ്ങാണ്ട് നമുക്ക് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാൻ പൂളക്കൂട്ടാൻ വെക്കുന്ന രീതിയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ കാട്ടിത്തരുന്നത്. പൂളക്കൂട്ടാനൊക്കെ പലരും പല കോലത്തിലാണ് വെക്കൽ. ഞാനിങ്ങനെ വെക്കൽ. അല്ലാതെ നമ്മളിവിടെ വെക്കണവർ ഒന്നായിട്ട് വെള്ളത്തിലിട്ടുകാണ്ട് അല്ല കുക്കറിലിട്ടാൽ അല്ലെങ്കിൽ വേവിച്ച് ആ വെള്ളം ഊറ്റാതെ അങ്ങനെയും വെക്കും ഇങ്ങനെയും വെക്കും. അപ്പോൾ നമ്മൾ നുറുക്കിക്കണം. ഇനി നമുക്കതങ്ങോട്ട് കെക്കിങ്ങാണ്ട് അതങ്ങോട്ട് ഗ്യാസ് മക്കാണ് വെക്കുക. ഒന്നായിട്ട് കുടുക്കിയിലിട്ട് കാണാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഈ വെള്ളം അങ്ങോട്ട് കളയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഇപ്പോൾ പള്ളക്കേടൊന്നും ഉണ്ടാവില്ല. ഒരു കട്ട് പോകല്ലേ. പൂളൻ്റെ കട്ട് കളിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ചോറാണ്ട് ഇറക്കി വെച്ചങ്ങാണ്ട് ഇനി അതതിലാണ് തീ വെക്കുക. അതവിടെ കിടന്നുങ്ങാണ്ട് ഒന്നിട്ട് തിളക്കട്ടെ. നല്ലോണം തിളക്കുമ്പോഴത്തേന് നല്ലോണം വേഗണം പൂളാണെങ്കിൽ 1-2 തള ഇളക്കുമ്പോഴത്തേന് അത് വെന്തിട്ടു. അപ്പോൾ മീനൊക്കെ അവിടെ വെന്തിക്കണം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് കുട്ടികൾ വെച്ചവിടെ പണി ഒപ്പിച്ചിക്കണം. ഒന്ന് പോയി നോക്കട്ടെ. ഉണ്ടാവും സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കിക്കുക പേരൻ്റെ ഉള്ളിലേ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഞാൻ കാട്ടാൻ നിന്നില്ല. ഞാൻ പോകുന്ന അവിടുന്ന് തല്ലാനും നിന്നില്ല. ഇനി അപ്പോഴത്തേന് ഈ പൂളൊന്നും ഇങ്ങോട്ട് തിളക്കട്ടെ. അത് തലോണം തിളച്ചിക്കണം. നമുക്കത് അങ്ങോട്ട് ഊറ്റിങ്ങാണ്ട് എനിക്ക് എന്താണെന്നറിയാം, ഉപ്പ് ഞാൻ ഇട്ടിരുന്നില്ലല്ലോ. അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ച് വെള്ളത്തേക്ക് അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് അതേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മറ്റേ വെള്ളം നമ്മൾ ഊറ്റിയും കളഞ്ഞല്ലോ. എന്നിട്ട് അങ്ങനത്തെ ഒരു കോലെടുത്തുങ്ങാണ്ട് കുത്തി അങ്ങോട്ട് ഉടക്കണം. എന്നാൽ നല്ലൊരു പുട്ടിൻ്റെ മാതിരി ഇങ്ങോട്ടാകും. കുറച്ച് നേരം കുത്തണിട്ടില്ലേ. അപ്പോൾ എളുപ്പപ്പണിക്കാണെങ്കിൽ ഇപ്പോൾ ഈ മറ്റേ ഉപ്പ് വെക്കുക നല്ലത്. അല്ല ഇങ്ങനെയാണെങ്കിൽ നല്ലൊരു മട്ടമാണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. കുറച്ച് നേരം ഞാൻ അങ്ങനെ കുത്തി നല്ല വെന്ത പൂളയാണെങ്കിൽ അരി അടിച്ചിന മല്ലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒന്ന് പൂള ഉണ്ടാക്കി വെക്കൊണ്ട് ഇങ്ങനെ വെക്കാത്ത പോലെ നല്ല രസം ഉണ്ടായിരുന്നു.
നമ്മളെല്ലാതും നമ്മളിങ്ങനെ ഒന്ന് വെറൈറ്റി ചെയ്ത് നോക്കുന്നത് നല്ലതാണല്ലോ, എപ്പോഴും ഒരേമാതിരി ആക്കണ്ട. അപ്പോൾ ഓനാണ് കുളിപ്പിച്ച് കൊടുന്നു, സ്വിമ്മിങ് പൂളിൽ നീന്തിരുന്നോലേ കുളിപ്പിച്ച് കൊടുങ്ങാണ്ട് ഓൽക്ക് തിന്നാൻ കൊടുക്കുകയാണ്. നിലത്തൊന്നും ഇരുത്താൻ കോലല്ല, വരൻ്റെ ഉള്ള ആകെ വെള്ളമാണ്. അപ്പോൾ ഞാൻ പൂള അതിക്ക് അങ്ങോട്ട് ഇതാക്കിയിടട്ടെ. ഇതാക്കിയിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഞാൻ അടിച്ച് അവിടെ നേരാക്കിക്കൊണ്ടിട്ടില്ലേ, തുടച്ച് വൃത്തിയാക്കി എൻ്റെ കുളിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പൂള കടുക് ഇറക്കുന്നത്. അതിക്കണ്ട് വേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് കടുക് ഇട്ടുകാണ്ട് എണ്ണയ്ക്ക് ഇട്ടാണ്ടേ അതങ്ങോട്ട് പൊട്ടിച്ച് നമ്മളെ പൂളക്കൂട്ടാനൊക്കെ അങ്ങോട്ട് പരുത് വേണമെങ്കിൽ മതി. നമ്മൾ മീൻചാറും ഇറച്ചിച്ചാറൊക്കെ കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരുന്നോട്ടെ അത് കരുതിയാണ്ട് ഞാൻ അതേക്ക് അങ്ങോട്ട് പാരിയാണ്. കുട്ടികൾ ചില നേരത്തെ നമുക്ക് നൂലുമ്പും കൂടി അല്ലേ നമ്മളിട്ട് ഇങ്ങോട്ട് പഠിപ്പിച്ചു. ഇതാ കാട്ട് ചെറിയോല് രണ്ടാളും പെരനുള്ളിൽ പോലെ ഞാൻ പുറത്തേക്ക് തന്നെ വിടൂല, അല്ലാതെ വിട്ടാൽ ഞാൻ നോക്കേണ്ടി വരുമല്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ പക്ഷെ പിന്നാലെ അടക്കാൻ നേരമല്ല. അപ്പം ഞാൻ ഉള്ളിൽ പോലും എന്തൊക്കെ കാട്ടാൻ പറ്റുമോ പോലും കാട്ടാം. ചെറിയ ചങ്ങായി എഴുതും പിരാന്തന, പെണ്ണിനെ അത്ര തന്നെയല്ലേ, പെണ്ണ് ഇക്കൂടെ കൂടും മാണ്ടാന്ന് പറയാൻ എന്തോ നോക്കുമായിട്ടില്ലല്ലോ. അപ്പോൾ പൂളക്കൂട്ടാനും ചാറൊക്കെ വെന്തുക്കണം. അപ്പോൾ മറ്റേ രണ്ടാമത്തെ ആൾക്ക് നോലുമ്പില്ല, ഓനിത് അങ്ങോട്ട് കൊടുക്കണം. അതിനപ്പം ഞാൻ വിളമ്പിക്കണത്. ഇനി നമുക്ക് നമ്മളെ ജ്യൂസാണ് ഉണ്ടാക്കുക. ജ്യൂസ് ഉണ്ടാക്കണ ഞാനിതിൽ നല്ലോണം എടുത്തിരുന്നു. അപ്പോൾ നമ്മളെ വത്തക്ക ജ്യൂസ് അടിച്ചാലൊരു പണിയാണ്. നമ്മളെ ചോപ്പർ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിക്ക് വത്തക്ക കണ്ട അങ്ങോട്ട് നുറുക്കിയിട്ടത് മാതിരി 4 വലി അങ്ങോട്ട് വലിച്ചാൽ നമ്മളെ ജ്യൂസായി. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല, എന്ന് വെച്ചെന്ന് തോന്നി. ഞാൻ എപ്പോഴും അത് മിക്സിയിലടിച്ചലാണ്. മിക്സിയിലടിച്ചാൽ കുരുവൊക്കെ അങ്ങോട്ട് അരിയും. ഇതിപ്പോൾ കുരുവൊക്കെ അതേപോലെ അവിടെ കിടക്കും കണ്ടോ, നല്ല ഉസാറായിക്കണം. അപ്പോൾ ഇതൊന്ന് കാട്ടിയൊക്കെ നിങ്ങൾ ചോപ്പറില്ലോല് മിക്സിയിലടിച്ചിട്ടേക്കാളൊക്കെ നല്ലതാണ്. എന്നാൽ ഒരു ചെറിയ കടിച്ചാനൊരു ഇതും ഉണ്ടാകും. പിന്നെ വെട്ടി നുറുക്കി കജ്ജുകൊണ്ട് കൊത്തി മുറിച്ചാൽ നിൽക്കും വേണ്ട. അപ്പോൾ അതിക്ക് നമുക്ക് കുറച്ച് പാലാണ് പോരാ. ഞാൻ ഇങ്ങനെയാണ് വത്തക്കള്ള ഉണ്ടാക്കൽ. എന്താ പറയുക, പാല് വെറുതെ കുടിച്ചാൽ കുട്ടികൾക്ക് മടിയാണ്. അപ്പോൾ ഞാൻ പാലുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാട്ടി കൊടുക്കലാണ്. ഈ നൂലും പറഞ്ഞു കൊടുത്തിട്ട് ഞാനൊരു സ്പൂൺ പഞ്ചാര ഇട്ടുണ്ട് നല്ലോണം ഇളക്കി കണ്ടത് അവിടെ വെക്കുക. അപ്പത്തിന് ഞാനിവിടെ ഒരു വെള്ളം ഉണ്ടാക്കിക്കണിട്ടില്ലേ. വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു ജ്യൂസ് തന്നെയാണ്. അതിന് വലിയ മെനക്കടൊന്നുമില്ല, ചെറിയ സാധനവും മതി. കുടിച്ചാണ്ടല്ലോ വല്ലാത്തൊരു സുഖമാണ് തടിക്ക്. നൂലും പറഞ്ഞിട്ട് കുടിച്ചാണ്ടല്ലോ നമുക്ക് കടക്കാനൊന്നും തോന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടാണ്. ഇപ്പോൾ ഒക്കെ ഒന്ന് തലങ്ങും വിലങ്ങും ആയി. ഇന്ന് എന്ത് പറ്റിയെന്നാവും, വീഡിയോ ഒക്കെ ഒന്ന് തല തിരിഞ്ഞോണ്ടൊക്കെയാണ്. കുറേ നേരമായി ഇത് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ചെയ്തു. ഇനിയിപ്പം എന്തായാലും ഇങ്ങനെ ആയിക്കോട്ടെ. ജ്യൂസും ഞാൻ കാട്ടിത്തരാം. ജ്യൂസ് തരാനും ഒന്നുമില്ലേ. അപ്പത്തിനിപ്പോൾ നോൽമ്പറക്കേണ്ട നേരെ ആയിക്കൊണ്ടില്ല. ഞാനിപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഇത് പറഞ്ഞു നിൽക്കണത്. നമ്മളിപ്പോൾ ഈ പറയണ മാതിരി നല്ലല്ലോ, ഇതിപ്പോൾ നേരം പോകാനൊരു പണിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കണേ അപ്പോൾ കാട്ടിത്തരാം. അതുണ്ടാവും ഒരു നാരങ്ങ പിഴിഞ്ഞാണ്ട് അതിൻ്റെ നീരാടെ എടുത്ത് വെച്ചിരിക്കണം ഞാൻ. അത് നമുക്ക് ആ മിക്സിക്കാണ് പറഞ്ഞു കൊടുക്കാം. അപ്പത്തിന് അവിടെ പണിക്കാർ വന്നിക്കണം. ഓല അവിടെ തന്നെ ഉണ്ട്. ഒരു എപ്പോഴും ഓല കജിൻ്റെ ഹോട്ടൽ പോലെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു 2 ഏലക്കൻ്റെ കുരുവും അതും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലത് ഞാൻ എന്താ പറയുക, ഈ സാധനം ഇത് ഞാൻ ഇതുവരെ അടിച്ചു നോക്കിയില്ല. ഇത് കഴിച്ചൂലെന്നൊന്നും വെച്ചാൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് തട്ടിയറിയാം, ആദ്യം ഒന്ന് സാമ്പിൾ നോക്കിയാണ്ട് കുട്ടിയെ കുറച്ച് കുടിച്ചാൽ കൊടുത്ത പോലെ ഒന്നും കഴിപ്പൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇതാണ്ടോ, പിന്നെയും രണ്ടാമതും കുറച്ചുകൂടി അരിഞ്ഞാണ്ട് ഒരു ഇത് മുഴുവെടുത്തു. കക്കരിക്ക, കുക്കുംബർ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ അത് അങ്ങോട്ട് ജ്യൂസ് അടിച്ച് കണ്ടാണ്ട് അതിൻ്റെ നിറം കണ്ടാൽ തന്നെ എന്താ ചോർക്ക്. ഇനി നമുക്ക് ഇത്രയൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വർത്താനം എന്ന് പറയണത്. പിന്നെ ഞാൻ ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കി. ആ കുട്ടിക്ക് മോലുമ്പുള്ളവന് ഓൻ പറഞ്ഞോട് വലിയവനെ ഓനക്ക് മാങ്ങാ ജ്യൂസും വേണമെന്ന്. അപ്പോൾ ഞാൻ മാങ്ങാ ജ്യൂസും ഉണ്ടാക്കിയിരിക്കണു. അപ്പോൾ കുറേ വീഡിയോ അതിൽ നിന്ന് അങ്ങോട്ട് പോയിക്കണു. പിന്നെ എടുത്ത വീഡിയോ ഉണ്ടാക്കിയ വീഡിയോ എന്ത് ചെയ്യില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇട്ടില്ല.